നന്നാവുള്ളൂ. ആ കൽബ് നന്നായാലേ നമ്മളെ കൽബ് നന്നായിക്കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുക. നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുന്നുണ്ട്, പക്ഷെ ആത്മീയമായി നമുക്ക് എന്തുണ്ട്? ഒരു സലാത്ത്, ദിക്ർ, ഇതുപോലത്തെ കാര്യങ്ങൾ പതിവാക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അതുപോലെ നമ്മുടെ വീടുകളൊക്കെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇശാ മഗ്‌രിബിന്റെ ശേഷമുള്ള സമയങ്ങളിൽ നമ്മളെ റോഡുകളിലും പീടിക തിണ്ണകളിലുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ബസ് സ്റ്റോപ്പുകളിലുമൊക്കെ സമയം കഴിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടേതായിരിക്കുന്ന ഫോണുകളുമായി സമയം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഏത് വലിയ കച്ചവടക്കാരും ഷട്ടർ താത്തിക്കൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്ത് പോകുന്ന ഒരു സംവിധാനം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 പള്ളി ഉണ്ടായിട്ട് പോലും അവർ രണ്ടിടത്തേക്കും പോവാതെ ഒരു വലിയ സമൂഹം സ്റ്റോപ്പുകളിലും അതുപോലെ അങ്ങാടികളിലും മറ്റുള്ളതായിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തോട് കൂടെ സമയം ചെലവഴിച്ചുകൊണ്ടും നമ്മുടെ സമയങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. എല്ലാവർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റവും ബലപ്പെട്ടതാകുന്നു. അത് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ 10-60 വയസ്സ് ജീവിക്കുന്ന നമുക്ക് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാഞ്ഞാൽ നമ്മുടെ അവസാനം മോശമായി പോവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരായ ആളുകൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ ജമാഅത്തുമായി, പള്ളിയുമായി ബന്ധമുണ്ട്. ഇതുപോലെ ഒരുപാട് ഒരു കൊല്ലത്തിലുണ്ടായി നമ്മൾ അങ്ങനെ പിരിഞ്ഞു പോയാൽ പോരാ. നിസ്കാരത്തിന്റെ സമയങ്ങളിൽ നിസ്കാരം, ആത്മീയമായതായിരിക്കുന്ന സദസ്സുകൾ ഉണ്ടാവുമ്പോൾ അതിൽ നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന സദസ്സുകൾ, അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നല്ലവരായി തീരണം. നല്ലവര് എന്നെങ്ങനെ പറയാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ മനുഷ്യൻ ചോദിച്ചു, ഞാൻ നല്ലവനാണ് എന്നെങ്ങനെ അറിയാൻ നബിയേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മനുഷ്യൻ വന്ന് കണ്ട പ്രവാചകനോട് പറയാം ഞാൻ നല്ലവനാണ് എന്ന് എങ്ങനെ അറിയാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മറുപടി പറഞ്ഞു, ഇനി നല്ലവനാണ് എന്ന് പറയണമെങ്കിൽ നിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ നീ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നീ നല്ലവൻ തന്നെ. അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ദുഷിച്ചവൻ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ദുഷിച്ചവൻ തന്നെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നല്ലവരായി ജീവിക്കണം, നല്ലവരായി മരിക്കണം. നമുക്ക് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. മുമ്പൊന്നും കേൾക്കാത്ത രോഗങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ഇവർക്കൊക്കെ നമുക്ക് ദുആ ചെയ്യാണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ അടുത്ത് കരിയാട്ടിൽ ഒരു സഹോദരി നമ്മളെ ദീനിന്റെ ഏറ്റവും വലിയൊരു ഖാദിമായിരുന്നു. എത്രത്തോളം എന്ന് പറയാ, ഈ പള്ളിന്റെ 12-ന്റെ അന്ന്, നബിദിനത്തിന്റെ അന്ന് മൗലിദിന് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് ചായയും ഇതൊക്കെ കറിയും ഇതൊക്കെ കൊണ്ടുവന്നത്. ഈ മൗലിദിന്റെ സദസ്സിന് പോലും ആ സഹോദരിയാണ് പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരിയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരിയുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രാസംഗികൻ ഇവിടെ വെച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായി ഞാനൊക്കെ ഓരോന്നോരോന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമാണ്. വിശുദ്ധമായ ഈ മജ്ലിസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുണ്ട്. അതിനൊന്നും സമയങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ പൈസ കൊടുന്ന് തന്നുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടേതായിരിക്കുന്ന ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. പ്രവാചകനെ സ്നേഹിക്കുവാനും കാലങ്ങളോളം ഈ സമ്മേളനം, ഈ മഹത്തായ സംഗമം ഇവിടെ നടക്കുവാനും ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു തആല
ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മെയും നമ്മുടെ കുടുംബത്തിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ മുഴുവനും അല്ലാഹു തആല സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. നാം ഇതിനു വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തതായിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാര് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഖൈറും ബർക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് നല്ലവരായ പ്രവർത്തകന്മാർ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജോലിയിലും കച്ചവടങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ നല്ല മധുര പലഹാരങ്ങളും ഭക്ഷണങ്ങളും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയ ഭക്ഷണം നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലുസ് സിദ്ഖി വൽ വഫാ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ സിയാദ് മന്നാനി ഉസ്താദ് അവർകള്, ബഹുമാനപ്പെട്ട ഹസൻ ഫൈലി, വനിയ ഫൈസി, മറ്റു സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ, ഉമ്മങ്ങന്മാരെ, ഒരു പ്രൗഢോജ്വലമായ പ്രഭാഷണം നടക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു നീണ്ട ആശംസക്ക് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഏകദേശം 9ാമത്തെ എൻ്റെ മദീന പ്രോഗ്രാമിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. തികച്ചും അഭിനന്ദനാർഹമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൂട്ടായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആധുനിക യുവാക്കൾ തലതിരിഞ്ഞു പോകുന്ന ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക പന്താവിലേക്ക് കടന്നു വന്ന എൻ്റെ സഹോദരങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ മദീന എന്ന പേര് തന്നെ ഏറ്റവും അനുയോജ്യമായ പേരാണ്. ഈ പ്രഫുല്ലമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് അടിച്ചു വീശുന്ന മന്ദമാരുതൻ ഈ പുലിപ്പറമ്പിലേക്കും അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി എൻ്റെ മദീന എന്ന് ഉച്ചരിച്ചത് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മദീനയുടെ പരിസരത്ത് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർ ഈ മദീനയിൽ തന്നെ അന്ത്യവിശ്രമം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും എന്റെ ശഫാഅത്ത് അവന്റെ മേലിൽ ഉണ്ടാകും എന്ന് കേട്ടപ്പോൾ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഈ സുന്ദരമായ മദീനയിൽ മരിക്കുവാനും ഖബറടക്കം ചെയ്യുവാനുമുള്ള തൗഫീഖ് അല്ലാഹുവേ നീ എനിക്ക് ഏകണേ. ഈ നാമം തന്നെ ഏറ്റവും ഉചിതമായ നാമമാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കണം.
അള്ളാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടേണ്ട രൂപം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർ റളിയല്ലാഹു അൻഹു ചില നിർദ്ദേശങ്ങളുമായി വന്നപ്പോ 15ഓളം വസിയ്യത്ത് ചെയ്തതിന് ശേഷം പറഞ്ഞു, ലാ അഖില ഖത്തദ്ബീർ വലാ വറഅകൽ കഫ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ അഖില ഖത്തദ്ബീർ, നിയന്ത്രണം പോലെ ഒരു ബുദ്ധിയുമില്ല. ജീവിതത്തെ നിയന്ത്രിക്കുക, നമ്മുടെ വീടിനെ നിയന്ത്രിക്കുക, നമ്മുടെ ദേഹേച്ഛയെ നിയന്ത്രിക്കുക, നമ്മുടെ ഇച്ഛാശക്തിയിൽ നിന്ന് മോശമായ കാര്യത്തിന് പ്രേരിപ്പിക്കുമ്പോ അതിനെ തടഞ്ഞു നിർത്തുവാനുള്ള ഒരു ശക്തി, മാനസികമായ ശക്തി ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വലാ വറഅകൽ കഫ്, മോശമായ നീചമായ നികിഷ്ടമായ അധാർമിക കാര്യങ്ങളിൽ നിന്നും അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അതാണ് ഏറ്റവും വലിയ സൂക്ഷ്മത. നമുക്കറിയാം, കള്ളു കുടിച്ച് നൈറ്റ് ക്ലബ്ബുകളിൽ നൃത്തമാടുന്ന യുവാക്കൾ നമ്മുടെ പരിസരങ്ങളിലും മറ്റു പരിസര പ്രദേശങ്ങളിലും നടമാടുമ്പോ പരിശുദ്ധ ദീനിന്റെ സന്ദേശവുമായി ഓടി നടക്കുന്ന നമ്മുടെ യുവാക്കൾ എന്തുകൊണ്ടും പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ്. ഇതിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, അവന്റെ പോസ്റ്റർ നാളെ സ്വർഗീയാരാമത്തിൽ ഒട്ടിക്കപ്പെടും. ഇതിനൊരു സംശയവും വേണ്ട. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അള്ളാഹു അത് റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കും. നമുക്കറിയാം, മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സന്താന പരമ്പരയെ സുഹൃത്തത്തിന്റെ പന്താവിലേക്ക് കൊണ്ടെത്തിക്കാൻ അല്പം പ്രയാസമാണ്. നമ്മുടെ കരങ്ങളിൽ ഒതുങ്ങാത്ത നമ്മുടെ യുവാക്കൾ, നമ്മുടെ സന്താനങ്ങൾ വളർന്നു വരുന്ന ഈ സന്ദർഭത്തിൽ ഉസ്താദ് അവർകൾ, ഹസൻ ഫൈസി ഉസ്താദ് അവർകളുടെ നേതൃത്വത്തിൽ നമുക്കറിയാം, ഈ പുലിപ്പറമ്പിലെ SKSSF വിശാഖ, നമുക്കറിയാം തിരൂരിലും താനൂരിലെയും യോഗങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യൂത്ത് വിങ്ങാണ്. നല്ല പ്രൗഢോജ്ജലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിന് മനസ്സാ വാചാ കർമ്മണ സഹായിച്ച, സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് الحمد لله الذي أنعم علينا بالإسلام والإيمان والإحسان رب العالمين ربنا بنعمته إخوانا الرحمن الرحيم بعباده في القبور بالروح والريحان مالك يوم الدين يحكم على عباده في كل وقت وآوان إياك نعبد ونخصك في كل وقت وآوان وإياك نستعين على الأعداء والأنفس والشيطان
اهدنا الصراط المستقيم بالاستقامة على الإيمان صراط الذين أنعمت عليهم من أهل الهداية إلى طريق الجنان غير المغضوب عليهم ولا الضالين من أهل الكفر والطغيان إلى طريق النيران آمين 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 إجابة للدعاء وشكرا لملك الديان أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا وعاشقنا ومعشوقنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد اللهم صل على محمد على رسولنا وحبيبنا ومحبوبنا وعاشقنا ومعشوقنا وثمرة فؤادنا وقطعة كبدنا محمد صلى الله عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد والآل والأصحاب سلم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون പരിശുദ്ധ ഖുർആനിൽ قال الجليل عز وجل إذا مرض العبد كتب له ما كان يأمل صحيحا الحديث أو كما قال رسول الله شبيهك بدر الليل بل أنت أنور فوجهك من ماء الملاحات أزهر وثلثك كافور وربعك أنبر وخمسك ياقوت وباقيك جوهر
صلاة وتسليم ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ കടിഞ്ഞാൻ പിടിഞ്ഞിരിക്കുന്ന ഈ സദസ്സിന്റെ അമരക്കാരൻ അധ്യക്ഷൻ ഉസ്താദ് ഹസൻ ഫൈസി ഉസ്താദ് അവറുകൾ, ഇവിടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, വേദിയിലിരിക്കുന്ന ഫഖറുദ്ദീൻ തങ്ങൾ, ആശംസ നടത്തിയ ഉസ്താദ്, ഈ വേദിയിലിരിക്കുന്ന മറ്റുള്ള ഉസ്താദന്മാർ, കാരണവന്മാർ, ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടി ഈ നാടിൻ്റെ ഭാഗപ്രദേശങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാർ, എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കൊച്ചനുജന്മാർ, അതുപോലെ ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സദസ്സിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും ഈ വിനീതന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ തിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരാനെത്തുന്നത്. ഞാൻ കാസർഗോഡും നീലേശ്വരത്തും മഞ്ചേശ്വരത്തും കീഴൂരും ഒക്കെ, മംഗലപുരത്തിനപ്പുറത്ത് കെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പല പ്രാവശ്യം വാതിന് ഞാൻ എത്തിയിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകർ എൻ്റെ മദീനയുടെ പ്രിയപ്പെട്ട സംഘാടകർ, ചെറുപ്പക്കാർ ഈ വിനീതനെ ഏതാണ്ട് ഒരു 2 മാസത്തിന് മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്വദേശത്ത് വിനീതൻ സിയാദ് മന്നാനി കരുനാഗപ്പള്ളിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാൻ ഞാൻ നിന്നോളാം, നിങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കണ്ട. ഈ വിനീതമായി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരും മധ്യവയസ്കരും പ്രായമുള്ളവരൊക്കെ നിൽക്കണ്ട. ഈ മജ്‌ലിസിലേക്ക് കടന്നിരിക്കും. ഒരുപാട് കസേരകൾ ഇങ്ങനെ കിടപ്പുണ്ട്. നിന്ന് വാഴ കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഒന്നുമല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ഈ നാട്ടിലേക്ക് വന്ന ഒരു അതിഥിയായിട്ട്, ഞാനൊരു പ്രഭാഷകനായിട്ട് നിങ്ങൾ കേൾക്കണ്ട. ഞാൻ ഈ നാട്ടിലേക്ക് വന്ന നിങ്ങളുടെ ഒരു അതിഥിയാണ്. അത് മാത്രമല്ല, ഈ സദസ്സ് എന്ന് പറയുന്നത് വെറും നിസ്സാരപ്പെട്ട സദസ്സല്ല. കമ്പോള മാർക്കറ്റില് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആടിനെയും പോത്തുകളെയൊക്കെ വിൽക്കുന്ന മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റല്ല നമ്മുടെ മജ്‌ലിസ്. കോഴികളെ വിൽക്കുന്ന മജ്‌ലിസ് അല്ല നമ്മുടെ മജ്‌ലിസ്. നമ്മുടെ മജ്‌ലിസിന് ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. ഒന്ന് മാത്രം പ്രത്യേകതയെന്ന് മാത്രമല്ല, ഇതിന്റെ ഈ സംഘടനയുടെ SKSSF എന്ന് പറയുന്ന കീഴിൽ തുടങ്ങിയിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഈ പറയപ്പെടുന്ന ഈ കുട്ടികൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ ഉസ്താദ് 15 വർഷക്കാലമായി ഇവിടെ സേവനം ചെയ്ത് കൊച്ചനുജന്മാരെ ഇതിനുവേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അവറുകൾ, നേരത്തെ റഹ്മാനി ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ, ഇതിനുവേണ്ടി എല്ലാവിധ സംവിധാനവും ചെയ്തിട്ട് എൻ്റെ മദീന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആദ്യമായി നിങ്ങളുടെ സലാം പറഞ്ഞപ്പോഴും നിങ്ങളുടെ സലാമിന് ഒച്ചയില്ലായിരുന്നു. സ്വലാത്തിന്റെ വാചകം ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങളുടെ സ്വലാത്തിനും അല്ലാത്ത ഒച്ചയില്ല. പക്ഷെ നമ്മുടെ പേര് എൻ്റെ മദീന എന്നാണ്. പേരിൽ മാത്രം പോരാ, പേരിൽ മാത്രം എൻ്റെ മദീന വന്നാൽ പോരാ. നമ്മുടെ നടത്തത്തിലും
പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോൾ ഇതെന്തേ ഈ മജ്ലിസ് എന്റെ മദീന, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് ഓടിച്ചെല്ലും. എന്റെ മദീന എന്ന് കേൾക്കുമ്പോൾ മദീന എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയപ്പെടുന്ന മദീനയല്ലായിരുന്നല്ലോ, മുമ്പ് യസ്രിബ് എന്ന് പറയുന്ന സ്ഥലമല്ലായിരുന്നോ? അല്ലാഹുവിന്റെ ഹബീബ് ചെന്നില്ലേ മദീനത്തേക്ക്? എവിടേക്കാണ് മുത്തുനബിയുടെ ആദ്യത്തെ പോക്ക്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിലേക്കാ ചെല്ലുന്നത്. യസ്രിബിലേക്ക് മുത്തുനബി ചെല്ലുമ്പോൾ അവിടെ അക്രമമല്ലായിരുന്നോ, ചൂതാട്ടമല്ലായിരുന്നോ, കള്ളുകുടിയല്ലായിരുന്നോ, തമ്മിൽ പോരല്ലായിരുന്നോ? ഔസ് ഹസ്റജ് എന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങൾ, രണ്ട് വക്താക്കൾ, ആ വക്താക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച്, അതുപോലെ അടിച്ചു കുത്തിയും വെട്ടിയും പരസ്പരം ഒട്ടകങ്ങൾ, ഔസിന്റെ ഒട്ടകങ്ങൾ ഹസ്റജിന്റെ ഒട്ടകത്തിലേക്ക്, ഹസ്റജിന്റെ വസ്തുവിലേക്ക് കടന്നാൽ പ്രശ്നമാണ്. ഹസ്റജിന്റെ ഒട്ടകങ്ങൾ ഔസ് ഗോത്രക്കാരിലേക്ക് കടന്നാൽ പ്രശ്നമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദീൻ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പഠിപ്പിച്ചു, ധർമ്മം പഠിപ്പിച്ചു, നീതി പഠിപ്പിച്ചു, കള്ളുകുടി തെറ്റാണെന്ന് പഠിപ്പിച്ചു, ചൂതാട്ടം തെറ്റാണെന്ന് പഠിപ്പിച്ചു എന്ന് വേണ്ട സർവ്വതും അല്ലാഹുവിന്റെ ഹബീബ് യസ്രിബ് എന്ന് പറയുന്ന സ്ഥലത്ത് പഠിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പാഠം ഉൾക്കണ്ട മദീനക്കാർ, എന്റെ മുന്നിലിരിക്കുന്നത് പ്രവാസികൾ ധാരാളമുണ്ട്. ഞാൻ ഇന്ന് തങ്ങിയ വീട്ടില് ഷാഫി എന്ന് പറയുന്നതും പ്രവാസിയാ. എനിക്കുണ്ടല്ലോ അവിടുത്തെ ഷാഫി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു. അവിടുത്തെ ഗർഭിണിയായ ഭാര്യ പെട്ടെന്ന് തന്നെ എല്ലാവിധ 2-3 സൈസ് കടികൾ ഉണ്ടാക്കി തന്നു, സൽക്കരിച്ചു. നല്ലവരാണ് ഈ നാട്ടുകാർ, നല്ലവരാണ് ഈ നാട്ടുകാർ, ബഹുമാനമുള്ളവരാണ് നാട്ടുകാർ. ഉസ്താദന്മാരെ കാണുമ്പോൾ എണീക്കുന്നവരാണ് നാട്ടുകാർ. അത് മാത്രമല്ല തറ്റുടുക്കുമ്പോൾ ആ തറ്റുകുത്ത് അടിച്ചിടുന്നവരാണ്. ഉസ്താദന്മാരോട് വല്ലാത്ത ബഹുമാനമുള്ളവരാ. ഇതെല്ലാം എവിടുന്ന? ആ സൗദിയിൽ പോയുള്ള ഷാഫിയോട് ചോദിച്ചു നോക്ക്. മദീനത്തെ സൗദികൾ വല്ലാത്തവരാ. എന്തേ കാരണം? മദീന രാജകുമാരൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ സ്വലാത്തൊന്നും പോരാ. ഈ സ്വലാത്ത്, ഈ പുൽപ്പറമ്പ് എന്ന് പറയുന്ന സ്വലാത്ത്, ഈ ശബ്ദം പോരാ. സ്വലാത്തിന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പോരാ മക്കളെ. കുറച്ചുപേരെ സ്വലാത്ത് ചൊല്ലുന്നുള്ളൂ. ഈ സ്വലാത്ത് പോരാ. ആരാ? മദീനയുടെ രാജകുമാരൻ ഹബീബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ പൊന്നുമോനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാര സയ്യിദി മുഹമ്മദ് മുസ്തഫ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസ് വല്ലാത്ത മജ്ലിസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മജ്ലിസാണ്. നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് ഹബീബായ മുത്തുനബിയാണ് ഏറ്റവും വലിയ നായകർ, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശക്തനായ പോരാളി. സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് സുന്നത്ത് ജമാഅത്തിലായി മരിക്കാൻ, ആ ഹബീബായ മുത്തുനബിയെ പൂർണ്ണമായി കണ്ടുകൊണ്ട് മരിക്കാൻ എൻ്റെ നടത്തത്തിൽ ഹബീബായ മുത്തുനബി ഉണ്ടാകണം, എൻ്റെ പെരുമാറ്റത്തിൽ ഹബീബായ മുത്തുനബി ഉണ്ടാകണം, എൻ്റെ ജീവിത ശൈലികൾ മുഴുവനിലും അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാകണം. മുണ്ടുടുത്തത്തിലും എൻ്റെ ഹബീബ് ഉണ്ടാകണം, പാൻറ് ധരിക്കുമ്പോഴും എൻ്റെ ഹബീബ് ഉണ്ടാകണം. പെണ്ണേ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാ, നിന്റെ പർദ്ദ ധരിക്കുമ്പോഴും മഹദിയായ മുത്തുനബിയുടെ മഹാനായ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടാകണം, പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉണ്ടാകണം. അതാണ് നിന്റെ ജീവിതമാകുമ്പോൾ മാത്രമേ എൻ്റെ മദീന എന്ന് പറഞ്ഞ ഈ തലക്കെട്ട് ഈ നാട്ടിൽ അത് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മദീന എന്ന് പറയുന്ന പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആദ്യമായി പറയട്ടെ, വിനീതൻ ഇവിടെ വന്നു 12:30 മണിക്ക് ഈ പള്ളിയിലേക്ക് കയറി. മൈക്ക് ഉഷാറാണ്, ബോക്സ് ഉഷാറാണ്, ആളുകളൊക്കെ ഉഷാറായി നിൽക്കുന്നു. പക്ഷേ പള്ളി ഉഷാറല്ല.
നമ്മുടെ പള്ളി ഉഷാറല്ല, പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുന്ന പള്ളി. എന്റെ മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ ഹബീബായ മുത്തുനബി പള്ളിയെ നന്നായി പരിപാലിച്ച ആളാണ്. അതുകൊണ്ട് എന്റെ മദീനയുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളൊന്നറിയണേ, പള്ളിയൊന്ന് വൃത്തിയാക്കണേ. പ്രതിഫലം കെട്ടടങ്ങാത്ത പ്രതിഫലമാണ്, തിരുത്തി കുറിക്കാൻ പറ്റാത്ത പ്രതിഫലമാണ്. അത് മുഅദ്ദിനോട് പറയണ്ട പൊടിയെടുത്ത് കളയാൻ, ഉസ്താദിനോട് പറയണ്ട പൊടിയെടുത്ത് കളയാൻ. ഈ പൊടിപടലങ്ങളൊന്ന് വൃത്തിയാക്ക്, ഈ പള്ളിയൊന്ന് വൃത്തിയാക്ക്. എന്റെ മദീനയുടെ തലക്കെട്ടിന്റെ കീഴിൽ ഈ പള്ളിയൊന്ന് ശക്തമാകട്ടെ എന്ന് വിനയത്തോടുകൂടി ആമുഖമായി പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസ് വല്ലാത്ത മജ്ലിസാണ്, പ്രതിഫലങ്ങൾ കെട്ടടങ്ങാത്ത മജ്ലിസാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാലിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഇൽമിന്റെ മജ്ലിസ് അല്ലേ ഈ ഇൽമിന്റെ മജ്ലിസ് ഉണ്ടല്ലോ, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗത്തിന്റെ പൂന്തോപ്പിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ, ഈ മജ്ലിസിൽ ഒരാളിരുന്ന് ഉറങ്ങിയാലും പുണ്യമാണ്, കേട്ടതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതും പുണ്യമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാൽ പോലും പുണ്യമാണെന്ന് ഹബീബി വറൂഹി വഖാഅതി മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമുമായി സഹകരിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ ബഹുമാനിക്കുന്നവർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമുക്ക് പാനീയം തന്നവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നിഅമാത്ത് ബറകാത്തുകൾ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് പറയാൻ പറ്റുന്നിടത്തോളം നമുക്ക് പറയാം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാമെന്ന് വിനീതമായി ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ജുമായ്ക്ക് നാളെ മസ്ജിദിൽ എത്തണം. ഒന്ന് ജുമായ്ക്കെന്നല്ല, സുബഹിക്ക് തന്നെ എനിക്ക് പുന്നപ്ര കുറവന്തോട് മജ്ലിസിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയുമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നപ്പം തന്നെ സംഘാടകർ പറഞ്ഞു, ഒരു 8 മണിക്ക് സ്റ്റേജ് തരത്തൊക്കെ ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നാൽ മാത്രം നമുക്ക് വിഷയം പറഞ്ഞ് മാറാൻ പറ്റത്തുള്ളൂ എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ബനൂ ഇസ്രായേലിൽ നടന്ന ഒരു സംഭവമാണ്. പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ എണീറ്റ് വന്നു. ഉറക്കത്തിൽ നിന്നും എണീറ്റ് വന്നിട്ട് പടച്ചറപ്പിനോട് പറഞ്ഞു, അല്ലാഹ്, പടച്ചറപ്പെ, എന്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. മത്സ്യങ്ങളെ പിടിക്കാൻ പോയിട്ട് അതിൽ നിന്നും കിട്ടുന്ന വേതനം കൊണ്ടുവന്നിട്ട് മക്കളെ പോറ്റുന്ന ഒരു നല്ലരായ ഒരു പിതാവായിരുന്നു. അദ്ദേഹം പ്രഭാതത്തിൽ വലയുമായിട്ട് കടപ്പുറത്തേക്ക് ചെന്നു വല വീശി. ഈ സംഭവം ഞാൻ ചുരുക്കി പറയാം. വിഷയത്തിലേക്ക് നാം എത്താൻ, വെറുതെ നമുക്ക് വിഷയത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. ആദ്യം ഒരു കഥ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പ്രിയപ്പെട്ട പിതാവ് വല വീശിയപ്പോൾ അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ചതിനേക്കാട്ടിൽ അപ്പുറം, അദ്ദേഹം പടച്ചറപ്പിനോട് ദുആ ചെയ്തതിനേക്കാട്ടിൽ അപ്പുറം ഒരു വല്ലാത്ത ഒരു മത്സ്യം അദ്ദേഹത്തിന് വലയിൽ കുടുങ്ങി. പൊക്കിയിട്ടും പൊങ്ങാൻ പറ്റാത്ത വലിയ ഭാരമുള്ള ഒരു മത്സ്യം ഈ പ്രിയപ്പെട്ട ഈ മനുഷ്യന് കിട്ടുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ മത്സ്യവുമായിട്ട് ഇങ്ങനെ വേച്ച് നടന്നിങ്ങനെ വരുമ്പോൾ ഒരാൾ വന്നിട്ട് ഈ മത്സ്യം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഒരാൾ വന്ന് ഈ മത്സ്യം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാ. പ്രഭാത പുലരിയിൽ എണീറ്റ് വലയും എടുത്തിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്തിട്ട്, ഞാൻ പ്രഭാതത്തിൽ ഈ വലയുമായിട്ട് എന്റെ മക്കളെ പോറ്റാൻ പോവുകയാ. അല്ലാഹുവേ, ഈ വലയിൽ വല്ലാത്ത മത്സ്യം തരണേ എന്ന് ദുആ ചെയ്തിട്ട് പോയാ ഈ വയോവൃദ്ധരായ മനുഷ്യൻ ഇതാ നടന്ന് വേച്ചു വരുന്നു. വന്നങ്ങനെ മത്സ്യവുമായി വരുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാ. തട്ടിപ്പറിച്ചങ്ങനെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയാ. വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് പറയുകയാണോ, സഹധർമ്മിണി, നീ എപ്പോഴും പറയാറില്ലേ, നീ എപ്പോഴും പറയാറുണ്ടല്ലോ, എന്തേ എനിക്കിങ്ങനെ ഈ മത്സ്യം വാങ്ങിച്ചു തരാത്തത്, എന്തേ എനിക്ക് നല്ല മത്സ്യം വാങ്ങിച്ചു തരാത്തത്? നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാര് പറയാറുള്ളത് പോലെ, എന്നും നിങ്ങൾക്ക് ചാളയെ കിട്ടാറുള്ളോ, എന്നും നിങ്ങൾക്ക് മത്തിയെ കിട്ടാറുള്ളോ, എന്നും നിങ്ങൾക്ക് ഈ ചൂട പോലുള്ള ചെറിയ മീനെ നിങ്ങൾക്ക് കിട്ടാറുള്ളോ, വലിയ മീനൊന്നും നിങ്ങൾക്ക് കിട്ടില്ലേ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാര് നമ്മോട് പറയാറുള്ളത് പോലെ
അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി എപ്പോഴും പറയാറുണ്ടായിരുന്നു, വലിയ മത്സ്യമില്ലേ, വലിയ മത്സ്യം കിട്ടാത്തതെന്തേ എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. നീ എപ്പോഴും പറയാറില്ലേ വലിയ മത്സ്യം വാങ്ങാത്തതെന്തേ? ഇതാ ഞാനൊരു വലിയ മത്സ്യം വാങ്ങിച്ചു, ഞാൻ കാശ് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ മത്സ്യം ഇതാ കൊണ്ടുപോയി, ഇത് പോയി വീട്ടിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ടേബിളിൽ അങ്ങ് കൊണ്ടുവച്ചപ്പോൾ ആ നിമിഷം ഇതാ ഈ മനുഷ്യൻ പറയുകയാണ്, കണ്ടോ ഇതുപോലത്തെ ഒരു മത്സ്യം നീ കണ്ടിട്ടുണ്ടോ? നിന്റെ പിതാവ് ഇതുപോലത്തെ ഒരു മത്സ്യം വാങ്ങി തന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഈ മത്സ്യത്തിന്റെ വായു കണ്ടില്ലേ, ഈ മത്സ്യം ഇതാ വാപളന്നിരിക്കുന്നത് കണ്ടില്ലേ, ഈ മത്സ്യം ഇതാ നോക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വായിലേക്ക് ഒരു കുത്തു കൊടുത്തു ഈ സഹോദരൻ. ഈ സഹോദരൻ വായിലേക്കൊരു കുത്തു കൊടുത്തു. വായിലേക്കൊരു കുത്തു കൊടുത്തപ്പോൾ വല്ലാത്ത ഒരു നൊമ്പരമുണ്ടായി. കാര്യമാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വേദന അങ്ങ് കൂടി, അന്നരവും കാര്യമാക്കിയില്ല. ഒരാഴ്ച അങ്ങ് കഴിഞ്ഞപ്പോൾ വേദന കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതാ ഡോക്ടർ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഡോക്ടർ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു മത്സ്യത്തിന്റെ വായിലൊന്ന് കൈയിട്ടതാണ്, പക്ഷേ എനിക്ക് വല്ലാത്ത വേദനയാണ്, കയ്യിലാകട്ടെ നീരുകൊണ്ട് കയറിയിരിക്കുന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ വിരല് മുറിച്ചു മാറ്റാതെ പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കണേ ഞാൻ പറയുന്നത്, ഈ വിരല് മുറിച്ചു മാറ്റാതെ പ്രയോജനമില്ല. ഈ വിരല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ പറയുക. അങ്ങനെ വിരല് മുറിച്ചു മാറ്റി. വിരല് മുറിച്ചു മാറ്റിയിട്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നീടും വല്ലാത്ത വേദനയാ, വല്ലാത്ത വേദന. വേദന കൊണ്ടിതാ, വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ തലയിൽ കൈ വെച്ചിട്ട് എന്റെ കയ്യേ എന്നും പറഞ്ഞു ഓടുകയാണ്. വീണ്ടും ഡോക്ടർ അടുക്കലേക്ക് ചെന്നു, ഡോക്ടറെ എന്റെ വിരല് മുറിച്ചിട്ടും എന്റെ വേദന മാറിയിട്ടില്ല, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ വിരല് മാത്രം മുറിച്ചാൽ പോരാ, നിന്റെ കയ്യും മുറിച്ചു മാറ്റേണ്ടതുണ്ട്, കയ്യും മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അങ്ങനെ കയ്യും മുറിച്ചു മാറ്റി. കൈ അങ്ങനെ മുറിച്ചു മാറ്റിയപ്പോഴോ ഇതാ അത് കഴിഞ്ഞതിന് ശേഷം കൈ മുറിച്ചു മാറ്റി ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വല്ലാതെ പ്രയാസപ്പെട്ട് റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. നടന്നിങ്ങനെ വന്നപ്പോൾ ഒരു തണൽ മരം കണ്ടു. ആ മരത്തിന്റെ ഇടയിൽ അങ്ങ് വിശ്രമിക്കാൻ ഒരുങ്ങി. വിശ്രമിച്ചപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണിക്കുകയാ. ഏ മനുഷ്യ, നീ ഉറങ്ങുകയാ? മനുഷ്യ, നീ എന്തേ പ്രിയപ്പെട്ട പാവപ്പെട്ട മനുഷ്യനോട് അക്രമം കാട്ടിയത്? എന്തേ പ്രിയപ്പെട്ട മനുഷ്യ, നീ പാവപ്പെട്ട മനുഷ്യനോട് അക്രമം കാട്ടിയത്? പാവപ്പെട്ട മനുഷ്യൻ കടപ്പുറപ്പുറത്ത് പോയി മത്സ്യം പിടിച്ചു കൊണ്ടുവന്നപ്പോൾ, ആ മത്സ്യമായിട്ട് തിരിച്ചു വന്നപ്പോൾ നീ എന്തേ ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് മത്സ്യം കൊണ്ടുപോയത്? അത് നീ പൊരുത്തപ്പെടാതെ, അത് നീ ചെന്ന് പൊരുത്തം ചോദിക്കാതെ നിന്റെ രോഗം മാറില്ല എന്ന് പറയുക. തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ കയ്യിൽ നിന്നും മത്സ്യം തട്ടിപ്പറിച്ചു കൊണ്ടുപോയ പ്രിയപ്പെട്ട സഹോദരനുണ്ടല്ലോ, ഞാൻ എന്റെ മക്കളെ പോറ്റാൻ വേണ്ടി മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ വല്ലാത്ത ആഗ്രഹത്തോടുകൂടി, വല്ലാത്ത വിചാരത്തോടുകൂടി എന്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഞാൻ മത്സ്യം പിടിച്ചു കൊണ്ടുവരുമ്പോൾ എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോയ അക്രമിയുണ്ടല്ലോ, അല്ലോ ആ അക്രമിയെ നീ വെറുതെ വിടല്ലോ, അല്ലോ നീ നാളെ മഹിശറയിലേക്ക് നീട്ടിവെക്കല്ലോ. ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ അക്രമിക്ക് നീ അല്ലാഹുവേ അതിനൊത്ത ശിക്ഷ കൊടുക്കണമെന്ന് ദുആ ചെയ്യുകയാ. ആ ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ഈ ദുആ കേട്ടത്, ഈ ദുആ സ്വീകരിച്ചത്. ഈ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കാണിക്കുന്നു, യാ ഇൻസാൻ, ഏ മനുഷ്യ എന്തേ നീ ഇങ്ങനെ ഉറങ്ങുന്നത്? പാവപ്പെട്ടവന്റെ ഭക്ഷണം തട്ടിപ്പറിച്ചവനാണ് നീ, അവനോട് പൊരുത്തം ചോദിക്കാതെ നിനക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പൊരുത്തപ്പെടില്ലെന്ന് ഈ മനുഷ്യനോട് പറയുക. ഉറക്കത്തിൽ നിന്നും ചാടി എണീറ്റു. ആരാണ് എന്നോട് പറഞ്ഞത്? ആരാണ് എന്നോട് സംസാരിച്ചത്? സംസാരിച്ചത് ആരാണെന്ന് തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയപ്പോൾ ആരുമില്ല. എന്നോട് സംസാരിച്ചത് സ്വപ്നമാ, എന്നോട് സംസാരിച്ചത് സ്വപ്നത്തിലാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഈ മനുഷ്യൻ ഓടുകയാണ്, പാവപ്പെട്ട മനുഷ്യനിലേക്ക് ഓടുകയാ.
എന്നിട്ട് ചെന്ന മനുഷ്യനോട് പറയുകയാവോ മനുഷ്യ, പൊരുത്തപ്പെടണേ മനുഷ്യ, എന്നിന് വല്ലാത്ത ഒരു ഹവ ഉണ്ടായിപ്പോയി. മത്സ്യം കണ്ടപ്പോൾ വല്ലാത്ത ഒരു ആഗ്രഹം തോന്നിപ്പോയി. മത്സ്യം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വികാരം തോന്നിപ്പോയി. എന്റെ പെണ്ണപ്പളോട് എപ്പോഴും എന്നോട് പറയാറുണ്ട്, വലിയ മത്സ്യം വേണം, വലിയ മത്സ്യം വേണം എന്ന് എന്നോട് പറയാറുണ്ട്. അതും കൊണ്ട് ഞാൻ അങ്ങ് തട്ടിപ്പറിച്ചതാ. എന്നെ അല്ലാതെ നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് എന്റെ മനസ്സ് പോലും വിചാരിച്ചില്ല. എന്റെ പെണ്ണെന്നോട് പറഞ്ഞത് കൊണ്ടാ, എന്റെ പെണ്ണെന്നോട് പറഞ്ഞത് കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കേൾക്കണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അറിയണേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ മനസ്സിലാക്കണേ, മറന്നു പോകല്ലേ. ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളങ്ങ് ചിന്തിച്ചു പോകണ്ട. അക്രമം കാണിച്ചവരുണ്ടല്ലോ, അക്രമം കാണിച്ചാൽ ഒരു മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മജ്ലിസ് വരെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുകയാ, അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുകയാ. എല്ലാം അല്ലാഹു സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും താങ്കളുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുകയാ. എല്ലാവരെയും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. പുൽപ്പറമ്പിലേക്ക് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നോക്കുന്നുണ്ട്. പുൽപ്പറമ്പിലേക്ക് ഹബീബായ മുത്തുനബിയുടെ തിരുനോട്ടമുണ്ട്. പുൽപ്പറമ്പിലേക്ക് ഈ വെള്ളിയാഴ്ച രാവുമായി ചൊല്ലുന്ന സ്വലാത്ത്, ഈ സ്വലാത്ത് ഇന്നാളിന്റെ മജ്ലിസിൽ ഇന്നാളിന്റെ പുൽപ്പറമ്പിൽ പ്രസംഗിക്കുന്നു. ഇന്നാള് പുൽപ്പറമ്പിൽ പ്രസംഗിച്ചപ്പോൾ ഹബീബായ മുത്തുനബിയേ, അങ്ങയുടെ പേര് പറഞ്ഞ മുത്തുനബിയേ, പുൽപ്പറമ്പിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഹബീബായ മുത്തുനബിയെ എന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു. വരവ് വെച്ച് കഴിഞ്ഞു. ഇന്നാളിന്റെ മകൻ അലിയുടെ മകൻ സിയാദ് അവിടെ പറയുക, സ്വലാത്ത് പറയാൻ പറയുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനും മുത്തുനബിയും സർവ്വതും വീക്ഷിക്കുന്നുണ്ട്. അല്ലാഹ് പറയുന്നത് കണ്ടോ, വലാ തഹ്സബന്നല്ലാഹ് ولا تحسبن الله غافلا عما يعمل الصالحون. പടച്ചറബ് പറയുകയാണ്, അങ്ങനെ ഈ മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ ആ മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അങ്ങനെയുണ്ടല്ലോ ഈ പാവപ്പെട്ട മനുഷ്യനിലേക്ക് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ മനുഷ്യൻ വന്ന് പൊരുത്തം ചോദിക്കുകയാ. പടച്ചറബ് സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു അത്ഭുതമെന്ന് പറയട്ടെ. മുറിച്ചു മാറ്റപ്പെട്ട കൈ തിരിച്ചു കൊടുക്കുകയാ, വിരലുൾപ്പെടെ തിരിച്ചു കൊടുക്കുകയാ. പടച്ചറബിനെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കുമ്പോൾ, എന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ വിചാരിക്കും എന്നോട് എത്ര പേര് അക്രമം കാണിക്കുന്നുണ്ട്. ആരെല്ലാം എന്റെ മകളോട് അക്രമം കാണിച്ചു, ആരെല്ലാം എന്റെ കൂട്ടരോട് അക്രമം കാണിച്ചു, ആരെല്ലാം എന്റെ ഭർത്താവിനോട് അക്രമം കാണിച്ചു, ആരെല്ലാം അതിന് വഴക്കിന് വേണ്ടി എന്നോട് അക്രമം കാട്ടിയിട്ടുണ്ട്. എന്തേ പടച്ച റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എവർക്കൊന്നും ഒരു പണിഷ്മെന്റ് കൊടുക്കാത്തത് എന്തേ? ഭാര്യ ഭർത്താവ് തല്ലിയിട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭാര്യ പറയുന്ന ഒരു പറച്ചിലുണ്ട്, ഞാൻ തബലയായതുകൊണ്ട്, ഞാൻ വെറും വിനയമുള്ള പെണ്ണായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ അടിക്കണേ. നിങ്ങൾ എന്നെ അടിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് പുറത്തോട്ട് പോകുമ്പോൾ കിട്ടിക്കോളും ഇതിന് 10 ഇരട്ടിയായിട്ട്. കിട്ടണേ അല്ല, കൊടുക്കണേ അല്ല, വാങ്ങിക്കണേ അല്ല. പ്രിയപ്പെട്ട പെണ്ണിനോട് പറയാനുള്ളത്, ഇതൊക്കെ പറയുമ്പം അല്ലാഹു അങ്ങ് സ്വീകരിക്കാനിരിക്കുകയല്ല. നിങ്ങളിപ്പം പറയുന്നത് ഇപ്പം നബീസ അങ്ങോട്ട് പറയുമ്പം അല്ലാഹു ചെയ്യാം, ഭർത്താൻ ഇന്നത് കൊടുക്കണേ, അല്ലാഹു സ്വീകരിച്ചു, ഒരു ഇടി കിട്ടി, ഉണ്ടോ ഞാൻ പറഞ്ഞത് സ്വീകരിച്ചു. പിന്നെ നാട്ടിലെ ഏറ്റവും വലിയ വരിയായി മാറി. പിന്നെ എല്ലാവരും നബീസാത്തെ കാണാൻ വേണ്ടി വലിയ തെള്ളാൻ. കാരണം എന്താ, ഇന്ന ദുആ ചെയ്തപ്പം സ്വീകരിച്ചല്ലോ. ആ ദുആ ചെയ്തുകൊണ്ട് സ്വീകരിച്ചൊന്നുമല്ല. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് കടന്നു വരാം. എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു. എന്താ അങ്ങനൊന്നും, നമ്മൾ ഇത്രയും ദുആ ചെയ്ത് ഇത്രയൊക്കെ അക്രമം ചെയ്തിട്ട് എന്താ ഇവർക്ക് ഒന്നും കൊടുക്കാത്തത്? എന്താ, എന്റെ മകൻ എത്രയോ അക്രമം കാണിക്കുന്നു, അല്ലെങ്കിൽ എന്റെ മകളോട് മറ്റ് ഉള്ള ചെറുപ്പക്കാർ എത്രയോ അക്രമം കാണിക്കുന്നു, ഞാൻ എത്രയോ ദുആ ചെയ്യുന്നു. പക്ഷെ ഈ മീൻ കച്ചവടക്കാരൻ മീനും കൊണ്ട് വന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഉടനടി പണി കൊടുത്തല്ലോ. എന്തേ നമുക്കൊന്നും പണി കിട്ടാത്തെ എന്ന്
ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ല പറയുന്നു വലാ തഹ്സബന്നല്ലാഹ ഗാഫില വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു الظالمون. അല്ല പറയുകയാണ്, പടച്ചറബിനെ പറ്റി മണ്ടനെന്ന് നിങ്ങൾ